ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ അടുത്തായിട്ടാണ് ക്രിസ്മസ് ട്രീ. ഇതുണ്ടാക്കാൻ വളരെ 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 എളുപ്പമാണ്. ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക, അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുക്കുക. അതിലൊരു പീസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ പണ്ട് വിശറിക്കൊക്കെ മടക്കില്ലേ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. പിന്നെ ഞാൻ ഇന്നലെ ഒന്നുകൂടെ ബ്രോഡ്വേ പോയിട്ടുണ്ടായേ, അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റായിട്ട് പറയേ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഇത് അവസാനം എത്തുമ്പോൾ കുറച്ചൊന്ന് നീട്ടിയിട്ടേക്കുക, അതൊന്ന് ഇനി മടക്കണ്ട. ഇനി ഈ പേപ്പറിൻ്റെ രണ്ട് സൈഡിൽ നിന്നും പേപ്പർ കട്ട് ചെയ്ത് കളയണം, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പിൽ. സ്കെയില് പെൻസിലൊക്കെ എടുത്തിട്ട് ഞാനിവിടെ വരച്ചൊക്കെയാണ് വെട്ടുന്നത്. അങ്ങനെ വെട്ടണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടാം. ഈ ക്രിസ്മസ് ട്രീ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അത് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്കതിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇട്ട് കൊടുക്കാൻ ഞാൻ ആദ്യം പഞ്ചിങ് മെഷീനൊക്കെ എടുത്തു. പക്ഷേ എൻ്റെ പഞ്ചിങ് മെഷീൻ്റെ ഇടയിലേക്ക് പേപ്പർ ഒരുമിച്ച് കയറാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു റീഫില്ലർ എടുത്തിട്ടാണ് ഹോൾ ഇട്ടത്. നിങ്ങൾക്ക് വല്ല സൂചിയോ അല്ലെങ്കിൽ കത്രികയുടെ മുനയൊക്കെ കൊണ്ട് ഹോൾ ഇടാം, പക്ഷെ അത് സൂക്ഷിച്ച് ചെയ്യണം, കയ്യിലൊന്നും കുത്തിക്കയറാതെ. അങ്ങനെ ഞാൻ ആ പേപ്പറിന് ഹോളൊക്കെ ഇട്ടു. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ ബൊക്കയിൽ വെക്കുന്ന സ്റ്റിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതാണ് വെച്ച് കൊടുത്തത്. ഇതില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഈർക്കിലി എടുത്താലും മതി. ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും, അതുകൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ആ ഈർക്കിലിയോ അല്ലെങ്കിൽ ആ സ്റ്റിക്കോ ഇറക്കി കൊടുത്തതിന് ശേഷം ആ പേപ്പർ ഒന്ന് അകത്തി കൊടുക്കുക. അതായത് രമണ, അതിന് കുറച്ച് ഗ്യാപ്പിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഞാനെടുത്ത സ്റ്റിക്കിന് ആദ്യം കുറച്ച് നീട്ടം കൂടുതലായിരുന്നു, പിന്നെ ഞാനതൊന്ന് കട്ട് ചെയ്തു. അങ്ങനെ കുറേ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ അതിന് നീട്ടം കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക. ഇനി ഇത് നിങ്ങൾക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു അതിനെ പറയുക, സ്പോഞ്ചിൻ്റെ പീസ് ഉണ്ടായി, അതിൽ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീ 3/4 ഭാഗവും റെഡിയായി. പിന്നെ നമ്മുടെ ആ പേപ്പറേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോരാതിരിക്കാനായിട്ട് ഞാൻ ആ സ്റ്റിക്കിലോട്ട് പേപ്പർ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ കൊടുക്കാം. ഇതുപോലെ ഗ്ലിറ്റർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റാർ വെട്ടി അതിൻ്റെ ടോപ്പിലായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാറിൽ നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചേ. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും മുത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്, പക്ഷെ എൻ്റെ കയ്യിൽ മുത്തൊന്നും ഉണ്ടായില്ല ഇതേപോലത്തെ കളറിൽ. അപ്പോൾ ആ ഗ്ലിറ്റർ പേപ്പർ തന്നെ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് വെട്ടി അതിലൊട്ടിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.